ഹായ് സ്റ്റുഡൻസ്, നമ്മളിനി നാലാമത്തെയും അഞ്ചാമത്തെയും ആറാമത്തെയും ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കുറേ പോയിൻറ്റ്സാണ് ഇനി പഠിക്കാൻ പോകുന്നത്. 1, 2, 3 ചാപ്റ്ററിലെ പ്രധാന പോയിൻറ്റ്സ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചിരുന്നു. ഇനി അടുത്ത നാലാമത്തെ ചാപ്റ്റർ തുടങ്ങാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആണ്, ദ്വിമാന സമവാക്യങ്ങൾ. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കുറേ പോയിൻറ്റ്സ് നമുക്ക് നോക്കാം. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അതായത് ax² + bx + c = 0 എന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഈ ഇക്വേഷന് എക്സിന് ചിലപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ എക്സിന് 2 വാല്യൂസ് ഉണ്ടാകാം. ചില ഇക്വേഷൻസിൽ എക്സിന് ഒരു വാല്യൂ ഉണ്ടാവുകയുള്ളൂ. മറ്റു ചില ഇക്വേഷൻസിൽ എക്സിന് വാല്യൂവേ ഉണ്ടാവില്ല. ഇങ്ങനെ 3 ടൈപ്പ് ഇക്വേഷൻസാണ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസാണ് ഉള്ളത്. അതായത് ചില ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ എക്സിന് 2 വാല്യൂസ് ഉണ്ടാകും, ചിലപ്പോൾ ഒരു വാല്യൂ ഉണ്ടാകും, ചിലപ്പോൾ വാല്യൂവേ ഉണ്ടാവില്ല. ഇങ്ങനെ 3 തരത്തിലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസാണ് ഉള്ളത്. അപ്പോൾ അത് 2 വാല്യൂസ് ഉള്ളപ്പോൾ അതിൻ്റെ ഈ ax² + bx + c = 0 എന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂ കാണുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഇക്വേഷനാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. x = -b ± √b² - 4ac/2a. എക്സിൻ്റെ വാല്യൂ കാണുന്ന ഇക്വേഷനാണ് x = -b ± √b² - 4ac/2a. അപ്പോൾ ഇവിടെ സ്മോൾ ലെറ്റർ a കൊണ്ട് സൂചിപ്പിക്കുന്നത് x² കോഎഫിഷ്യൻറ്റും b കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റും c എന്നത് ഒരു പൂർണ്ണസംഖ്യയുമാണ്. അപ്പോൾ ax² + bx + c = 0. a എന്നത് x² കോഎഫിഷ്യൻറ്റ്, b എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്, c ഒരു പൂർണ്ണ സംഖ്യ, 0യും ആകാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂ കാണുന്ന ഇത് -b ± √b² - 4ac/2a. അപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ എക്സിന് വാല്യൂ കാണില്ല, ചിലപ്പോൾ എക്സിന് ഒരു വാല്യൂ മാത്രമായിട്ട് കിട്ടും, മറ്റു ചിലപ്പോൾ എക്സിന് 2 വാല്യൂസ് ഉണ്ടാകും. ഇതാണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ പ്രത്യേകത. അതായത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ 3 രീതിയിലാകാം. ആ 3 രീതി ഇതൊക്കെയാണ്. അപ്പോൾ എപ്പോഴാണ് 2 വാല്യൂസ് ഉണ്ടാവുക, എപ്പോഴാണ് ഒരു വാല്യൂ ഉണ്ടാവുക, എപ്പോഴാണ് എക്സിന് വാല്യൂ കിട്ടാതിരിക്കുക, അത് നമുക്ക് നോക്കാം. എക്സിന് വാല്യൂ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ പറഞ്ഞു. അതിൽ റൂട്ടിനകത്ത് വരുന്ന പോർഷൻ, അതായത് b² - 4ac എന്ന പോർഷൻ, ഈ പോർഷൻ മാത്രം എടുത്ത് നമ്മൾ അത് ചെയ്ത് നോക്കുകയാണെങ്കിൽ b² - 4ac ഈ പോർഷന് പറയുന്നത് ഡിസ്ക്രിമിനൻ്റ് എന്നാണ്, വിവേചകം. ഈ വിവേചകത്തിൻ്റെ മാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് നമ്പറാണ് കിട്ടുന്നതെങ്കിൽ പോസിറ്റീവ് നമ്പറാണ് റൂട്ടിനകത്ത് വരുന്നത്. അപ്പോൾ ആ സംഖ്യയുടെ റൂട്ട് വർഗ്ഗമൂലം കാണുമ്പോൾ, സ്ക്വയർ റൂട്ട് കാണുമ്പോൾ 2 വാല്യൂസ് നമുക്ക് കിട്ടും. ഇപ്പോൾ റൂട്ടിനകത്ത് 16 എന്ന് വന്നാൽ റൂട്ട് 16, അപ്പോൾ പോസിറ്റീവ് ഓർ -4 എന്ന ആൻസർ വരും. അപ്പോൾ 2 വാല്യൂസാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതായത് റൂട്ടിനകത്ത് വരുന്ന പോർഷൻ b² - 4ac അഥവാ ഈ ഡിസ്ക്രിമിനൻറ്റിൻ്റെ ഉത്തരം പോസിറ്റീവ് സംഖ്യ ആയാൽ, b² - 4ac എന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആയാൽ, അല്ലെങ്കിൽ 0യേക്കാൾ വലുതായാൽ, b² - 4ac വാല്യൂ 0യേക്കാൾ വലുതായാൽ, അഥവാ പോസിറ്റീവ് നമ്പർ ആയാൽ എക്സിന് 2 വാല്യൂ ഉണ്ടാകും. ഇനി എക്സിന് ഒരു വാല്യൂ ഉള്ളപ്പോഴോ, അതായത് b² - 4ac വാല്യൂ അത് മാത്രമായിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം 0 ആയാൽ റൂട്ടിനകത്ത് 0 വരും. അപ്പോൾ റൂട്ടിനകത്ത് 0 വരുമ്പോൾ √0 0. അപ്പോൾ എക്സിന് വാല്യൂ എങ്ങനെ വരും? -b
പ്ലസ് ഓർ മൈനസ് √0 എന്നാണ്. അപ്പോൾ -b/2a എന്ന ആൻസർ വരും. അതായത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂ ഒന്നേ ഉള്ളൂ എങ്കിൽ ആ വാല്യൂ ഏതായിരിക്കും? അത് -b/2a എന്ന് മാത്രമായിരിക്കും. അപ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ ഒരു ദ്വിമാന സമവാക്യത്തിൽ എക്സിന് ഒരു വാല്യൂവേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മിക്കുക. ഒന്ന് b² - 4ac = 0 ആണ്. മറ്റൊന്ന് x = -b/2a ആണ്. ഇനി അടുത്ത ഒന്ന് b² - 4ac നെഗറ്റീവ് നമ്പർ ആയാലോ? അപ്പോൾ റൂട്ടിനകത്ത് നെഗറ്റീവ് നമ്പർ വരും. അപ്പോൾ റൂട്ടിനകത്ത് നെഗറ്റീവ് നമ്പർ എന്ന് പറയുമ്പോൾ അതിന് വാല്യൂ ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്തരം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ എക്സിന് മൂല്യം ഉണ്ടായിരിക്കില്ല. ഇങ്ങനെ ഈ പോയിൻറ്റ്സുകൾ ഓർമ്മിച്ച് വയ്ക്കുക. അപ്പോൾ പിന്നെ മറ്റൊരു പോയിൻ്റ്, പ്രധാനപ്പെട്ട വേറൊരു പോയിൻ്റ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ഓർമ്മിച്ച് വെച്ചിരുന്നാൽ പിന്നെ പ്രധാനമായിട്ട് മറ്റൊരു ഒരു പോയിൻറ്റും കൂടെ ഉണ്ട്. രണ്ട് വാല്യൂ, എക്സിൻ്റെ രണ്ട് വാല്യൂ എ ബി എന്നിങ്ങനെ, സ്മോൾ ലെറ്റർ എ സ്മോൾ ലെറ്റർ ബി എന്നിങ്ങനെ രണ്ട് വാല്യൂസ് എക്സിന് ഉണ്ട് എന്ന് കരുതുക. എന്നാൽ ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്തായിരിക്കും? x² - a+b × x + ab = 0 എന്നായിരിക്കും ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഒന്നുകൂടെ പറയാം. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമ്മൾ നിർദ്ധാരണം ചെയ്തപ്പോൾ എ ബി എന്നിങ്ങനെ രണ്ട് ആൻസർ കിട്ടി. എക്സിന് രണ്ട് വാല്യൂസ് ഉണ്ടായിരുന്നു, എ ബി എന്നിങ്ങനെ. എന്നാൽ ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഏതാണ്? ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഇങ്ങനെ ആയിരിക്കും: x² - a+b × x + ab = 0 ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ ചില ക്വസ്റ്റ്യനിൽ ഇതുപോലെ രണ്ട് വാല്യൂസ് ഉണ്ടാകും. അങ്ങനെ ഇങ്ങനെ രണ്ട് വാല്യൂ വരുന്ന, എക്സിന് രണ്ട് വാല്യൂ വരുന്ന ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എഴുതുക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ചെയ്യുന്ന ഈ ഫോം ഒന്ന് ഓർമ്മിച്ച് വെച്ചിരുന്നാൽ മതി. x² - a+b × x + ab = 0. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന ചാപ്റ്ററിൽ, ഫോർത്ത് ചാപ്റ്ററിൽ നമ്മൾ ഓർമ്മിച്ച് വളരെ ശ്രദ്ധയോടുകൂടി ഓർമ്മിച്ച് വയ്ക്കേണ്ട പോയിൻറ്റ്സ്. അടുത്ത ചാപ്റ്റർ, ഫിഫ്ത്ത് ചാപ്റ്റർ ട്രിഗണോമെട്രി ആണ്, ത്രികോണമിതി. അപ്പോൾ ഇതിൽ ഈ വർഷം ത്രികോണമിതിയിൽ വളരെ കുറച്ച് പോയിൻറ്റ്സ് മാത്രം ഓർമ്മിച്ച് വെച്ചാൽ മതി. അതായത് റേഷ്യോ, അതായത് 45 90 ഡിഗ്രി ആംഗിളുള്ള ട്രയാങ്കിളിൻ്റെയും 30 60 90 ഡിഗ്രി ആംഗിളുകളുള്ള ട്രയാങ്കിളിൻ്റെയും സൈഡ്സിൻ്റെ റേഷ്യോ, അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇതാണ് കൂടുതലായിട്ട് ഈ വർഷം നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഭാഗമായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ പോയിൻറ്റ്സുകൾ നമുക്ക് ഒന്ന് നോക്കാം. 45 90 ഈ ആംഗിളുകളുള്ള റൈറ്റ് ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ യഥാക്രമം 1:1:√2 എന്ന റേഷ്യോയിലായിരിക്കും. അതേപോലെ 30 60 90 ആംഗിളുകളുള്ള ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ വശങ്ങളുടെ അംശബന്ധം 1:√3:2 എന്ന റേഷ്യോയിലും ആയിരിക്കും. അപ്പോൾ ഇത്രയും ഈ റേഷ്യോകൾ നമ്മൾ ഇതിന് മുന്നേയുള്ള ക്ലാസ്സുകളിലും പഠിച്ചതുകൊണ്ട് ഇതൊരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കും. ഈ റേഷ്യോ നന്നായിട്ട് പഠിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകൾ ഇത്തവണയും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി ട്രിഗണോമെട്രിക്കൽ റേഷ്യോസ് എന്നറിയപ്പെടുന്നത് 6 റേഷ്യോസാണ്. സൈൻ, ഇപ്പോൾ ഇതിൽ അക്യൂട്ട് ആംഗിളിനെ ബേസ് ചെയ്താണ്, ഒരു റൈറ്റ് ട്രയാങ്കിൾ അക്യൂട്ട് ആംഗിളിനെ ബേസ് ചെയ്താണ് നമ്മൾ ഈ ട്രിഗണോമെട്രിക്കൽ റേഷ്യോസൊക്കെ പഠിക്കുന്നത്. ഒരു ന്യൂനകോണിനെ, ഒരു റൈറ്റ് ട്രയാങ്കിളിലെ ഏതെങ്കിലും ഒരു ന്യൂനകോണിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ റേഷ്യോസ് പഠിക്കും. അപ്പോൾ ആ റേഷ്യോസ് സൈൻ, കോസ്, ടാൻ, കൊസീക്, സീക്ക്, കോട്ട് എന്നിങ്ങനെയാണ്. അതിൽ ആദ്യത്തെ 3 അതിൻ്റെ ബന്ധങ്ങളും ഒക്കെ പഠിച്ചു വയ്ക്കുക. സൈൻ, ഒരു റൈറ്റ് ട്രയാങ്കിൾ എ ബി സിയിൽ ആംഗിൾ B 90 ആണെങ്കിൽ എ എന്ന ന്യൂനകോണിനെ അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞാൽ
സൈൻ എ എന്ന് പറയുമ്പോൾ എ എന്ന ആംഗിളിന് ഓപ്പോസിറ്റ് സൈഡ് ബൈ അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ്. സൈൻ എ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസ് എ എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് സൈഡ് സമീപവശം ബൈ ഹൈപ്പോട്ടന്യൂസ്. ടാൻ എ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇങ്ങനെയാണ് അതിൻ്റെ റേഷ്യോ. അതേപോലെ മറ്റൊരു ബന്ധം കൂടെ ഉണ്ട്. ടാൻ എന്ന് പറയുന്നത് സൈൻ ഡിവൈഡഡ് ബൈ കോസ്. സൈൻ ബൈ കോസ് എന്ന് പറയുമ്പോൾ ടാൻ എന്ന റേഷ്യോ കിട്ടും. ഇപ്പോൾ സൈൻ 0, ഇപ്പോൾ ഈ റേഷ്യോ ഇനി ആംഗിളിൻ്റെ വില അനുസരിച്ച് റേഷ്യോസിൻ്റെ വില എങ്ങനെ മാറുമെന്ന് നോക്കാം. സൈൻ 0 എന്ന് പറയുന്നത് ആംഗിളാണ്. ആംഗിൾ മുതൽ 90 വരെയുള്ള ആംഗിളാണ് നമ്മൾ ട്രിഗണോമെട്രിക്കൽ റേഷ്യോസിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ സൈൻ 0. സൈൻ 30 ആണ് അടുത്തത്. സൈൻ 30 1/2. സൈൻ 45 1/√2. സൈൻ 60 √3/2. പിന്നെ ലാസ്റ്റ് സൈൻ 90 1. അതായത് സൈൻ 0യിൽ നിന്നും സൈൻ 90യിലേക്ക് എത്തുമ്പോൾ സൈനിൻ്റെ വില 0യിൽ നിന്ന് 1-ലെത്തുന്നു. ഒന്നുകൂടെ പറയാം. സൈൻ 0 സൈൻ 30 1/2. സൈൻ 45 1/√2. സൈൻ 60 √3/2. സൈൻ 90 1. ഇനി കോസിൻ്റെ വിലയോ? കോസിൻ്റെ വില 0യിൽ നിന്ന് 90യിലെത്തുമ്പോൾ റിവേഴ്സ് ആയിട്ട് പോകും. സൈനിൻ്റെ വില എങ്ങനെയാണോ അതിന് റിവേഴ്സ് ആയിട്ടാണ് കോസിൻ്റെ വില പോകുന്നത്. അതായത് കോസ് 0 1. കോസ് 30 √3/2. കോസ് 45 1/√2. കോസ് 60 1/2. കോസ് 90 0. ഇപ്പോൾ 1ൽ നിന്നും 0യിലെത്തും. കോസിൻ്റെ ആംഗിൾ വലുതാകുന്നതനുസരിച്ച് കോസിൻ്റെ വാല്യൂ 1ൽ നിന്ന് 0യിലെത്തും. ആംഗിൾ വലുതാകുന്നതനുസരിച്ച് സൈനിൻ്റെ വാല്യൂ 0യിൽ നിന്ന് 1ലെത്തുമ്പോൾ കോസിൻ്റെ വാല്യൂ 1ൽ നിന്ന് 0യിലേക്ക് എത്തും. ഇനി ടാനിൻ്റെ വിലയും കൂടെ പഠിക്കുക. ടാൻ 30 1/√3. ടാൻ 45 1. ടാൻ 60 √3 എന്നിങ്ങനെയാണ് വില. ഇനി ഇതെല്ലാം കാണാതെ പഠിക്കേണ്ടതില്ല. ഇതിൻ്റെ വാല്യൂസൊക്കെ ട്രയാങ്കിൾ വരച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ത്രികോണം, ഒരു റൈറ്റ് ട്രയാങ്കിൾ 45 45 90 ആംഗിളുള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. അപ്പോൾ 45ന് ഓപ്പോസിറ്റ് 1 ആണ് യൂണിറ്റ് എങ്കിൽ രണ്ടാമത്തെ ആംഗിൾ 45ൻ്റെ ഓപ്പോസിറ്റും 1 ആയിരിക്കും. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് √2. ഇത് വരച്ചിട്ട് എഴുതി നോക്കുക. 1 1 √2. അതിനുശേഷം ഈ ട്രയാങ്കിളിന് പേര് കൊടുക്കുക ABC. റൈറ്റ് ആംഗിൾ B ആണ്. അപ്പോൾ അവിടെ A എന്ന ആംഗിൾ വെച്ചുകൊണ്ട് സൈനും കോസും ഒക്കെ ഇതിൽ നോക്കി പഠിക്കുക. അപ്പോൾ സൈൻ 45 ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ സൈൻ 45 എടുക്കുക. ഓപ്പോസിറ്റ് സൈഡ് 1 ഹൈപ്പോട്ടന്യൂസ് 1/√2. അപ്പോൾ ഇവിടെ 45 എന്ന ആംഗിൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് സൈൻ 45 1/√2 എന്ന് കിട്ടും. ഇനി അതുപോലെ ഈ ട്രയാങ്കിളിൽ തന്നെ നോക്കിക്കൊണ്ട് കോസ് പറയാം. കോസ് 45 അഡ്ജസൻറ്റ് സൈഡ് ബൈ, അതായത് സമീപവശം ബൈ കർണം 1/√2. അതും 1/√2 ആണ്. അപ്പോൾ കോസ് 45ഉം സൈൻ 45ഉം 1/√2 ആണ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഓർമ്മിക്കുക. ഒരു ആംഗിളിൽ എത്തിയപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഒരു ന്യൂനകോൺ, ആ ന്യൂനകോണിൻ്റെ സൈനിൻ്റെയും കോസിൻ്റെയും വില ഈക്വലായി വന്നു. എന്നാൽ ആ ആംഗിൾ എത്രയായിരിക്കും? അപ്പോൾ സൈനിൻ്റെയും കോസിൻ്റെയും വില ഈക്വലായി വന്നെങ്കിൽ ആ ആംഗിൾ 45 ഡിഗ്രി ആണ്. അപ്പോഴാണ് ഇതിന് ഈക്വൽ വാല്യൂ ഉണ്ടാവുന്നത്. 1/√2 ആണ് ആ വാല്യൂ. ഇനി അടുത്ത ട്രയാങ്കിൾ വരയ്ക്കുക. 30 60 90 ആംഗിളുകൾ വരയ്ക്കുക. അതിൽ 90 ആംഗിൾ B എന്നും ABC എന്ന് പേര് കൊടുക്കുക. 90 ഡിഗ്രി ആംഗിൾ B എന്ന് വരത്തക്ക വിധത്തിൽ പേര് കൊടുക്കുക. അതിനുശേഷം ഈ ചിത്രത്തിൽ നോക്കിക്കൊണ്ട് സൈൻ 30 പറയുക. 30 60 അടയാളപ്പെടുത്തിയ ശേഷം സൈൻ 30 ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് സൈൻ. അപ്പോൾ സൈൻ 30 ഓപ്പോസിറ്റ് സൈഡ് 1/2. അപ്പോൾ സൈൻ 60 വരണമെങ്കിലോ 60യിൽ നോക്കുക.
ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് √3/2 എന്ന് വന്നു. അതേപോലെ കോസ് 30 ആകുമ്പോൾ സമീപവശം ബൈ കർണം, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് √3/2. കോസ് 60യും അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 1/2. അപ്പോൾ ഈ ട്രയാങ്കിൾ രണ്ടും വരച്ചിട്ട് നമുക്ക് ഈ റേഷ്യോ അറിയാമെങ്കിൽ നമുക്കതിൻ്റെ വാല്യൂസ് ഈ ചിത്രത്തിൽ നോക്കി തന്നെ അങ്ങ് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഈ ട്രിഗണോമെട്രിയിൽ മനസ്സിലാക്കി വയ്ക്കേണ്ട കാര്യങ്ങൾ. അടുത്ത ചാപ്റ്റർ കോർഡിനേറ്റ്സ് ആണ്, 6ാമത്തെ ചാപ്റ്റർ. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ഇതാണ്. നമ്മൾ ആക്സിസുകളൊക്കെ പഠിച്ചിട്ടുണ്ട്, ആ ആക്സിസുകൾ പോയിന്റുകൾ അടയാളപ്പെടുത്താനും ഒക്കെ പഠിച്ചു. എങ്കിലും പ്രധാനമായിട്ട് ഉള്ള ഓർമ്മിച്ച് വയ്ക്കേണ്ട കുറേ പോയിൻറ്റ്സുകൾ മാത്രം ഞാനിപ്പോൾ സൂചിപ്പിക്കാം. ഒന്നാമത്തത് എക്സ് കോർഡിനേറ്റ്സ് ഓഫ് പോയിൻറ്റ്സ് ഓൺ വൈ ആക്സിസ്. ഒരു വൈ ആക്സിസിലെ എക്സ് കോർഡിനേറ്റ്, വൈ ആക്സിസിലെ പോയിൻറ്റ്സിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് വൈ ആക്സിസിലെ എല്ലാ പോയിൻറ്റുകളുടെയും എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതേപോലെ വൈ ആക്സിസിലെ എക്സ് കോർഡിനേറ്റ് 0, അതേപോലെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ആ ആക്സിസിലുള്ള പോയിൻ്റ് തന്നെയായിരിക്കും അല്ലേ. അതുപോലെ എക്സ് കോർഡിനേറ്റ്സ് ഓഫ് പോയിൻറ്റ്സ് ഓൺ വൈ ആക്സിസിൽ പറഞ്ഞു. അതേപോലെ എക്സ് ആക്സിസിലെയോ, എക്സ് ആക്സിസിലെ എക്സ് കോർഡിനേറ്റ് എക്സ് ആക്സിസിലെ പോയിൻറ്റും അതിലെ വൈ കോർഡിനേറ്റ് 0യും ആയിരിക്കും. ഒന്നുകൂടെ ഈ പോയിൻറ്റ്സ് പറയാം. എക്സ് ആക്സിസിലെ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും, വൈ ആക്സിസിലെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. അതുപോലെ അതിന് പാരലൽ, ആക്സിസിന് പാരലായിട്ട് വരുന്ന ലൈൻസിലെ പോയിൻറ്റ്സോ, എക്സ് ആക്സിസിന് പാരലായ രേഖകളുടെ എല്ലാ പോയിൻറ്റ്സിലെയും വൈ കോർഡിനേറ്റ് ഈക്വൽ ആയിരിക്കും. എക്സ് ആക്സിസിന് പാരലായ രേഖകളുടെ എല്ലാ പോയിൻറ്റ്സിൻ്റെയും വൈ കോർഡിനേറ്റ് ഈക്വൽ ആയിരിക്കും. അതുപോലെ വൈ ആക്സിസിന് പാരലായ രേഖകളുടെ, വൈ ആക്സിസിന് പാരലായിട്ട് വരുന്ന രേഖകൾ, അത്തരം രേഖകളുടെ എക്സ് കോർഡിനേറ്റ് ഈക്വൽ ആയിരിക്കും. ഇപ്പം 4 പോയിൻറ്റ്സാണ് ഇപ്പോൾ പറഞ്ഞത്. എക്സ് ആക്സിസിലെ എല്ലാ പോയിൻറ്റുകളുടെയും വൈ കോർഡിനേറ്റ് 0, വൈ ആക്സിസിലെ എല്ലാ പോയിൻറ്റിലെയും എക്സ് കോർഡിനേറ്റ് 0. ഇനി എക്സ് ആക്സിസിന് പാരലായ രേഖകൾ, അതിലെ വൈ കോർഡിനേറ്റ് ഈക്വൽ, വൈ ആക്സിസിന് പാരലായ രേഖ, അതിലെ എക്സ് കോർഡിനേറ്റ് ഈക്വൽ. ഇങ്ങനെ 4 പോയിൻറ്റ്സാണ് പറഞ്ഞത്. ഇനി അടുത്ത പോയിൻറ്റ്സ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് ഓൺ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിലെ ഏതെങ്കിലും 2 പോയിൻറ്റ്സിൻ്റെ അകലം, അത് മോഡുലസ് ഓഫ് x2 - x1 ആയിരിക്കും. എക്സ് ആക്സിസിലെ 2 പോയിൻറ്റ്സ്, അപ്പോൾ നമ്മൾ എക്സ് ആക്സിസിലെ 2 പോയിൻറ്റ്സ് സങ്കല്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ നമ്മൾ മനസ്സിൽ കരുതേണ്ടത്? x1 0, x2 0. എക്സ് ആക്സിസിലെ 2 പോയിൻറ്റ്സ് ആണ്, അപ്പോൾ അതിൻ്റെ വൈ കോർഡിനേറ്റ്സ് 0 ആയിരിക്കും. അപ്പോൾ x1 0, x2 0. അവയുടെ x1 0, x2 0 എന്ന ഈ 2 പോയിൻറ്റ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? മോഡുലസ് ഓഫ് x2 - x1. ഇനി വൈ ആക്സിസിലെ 2 പോയിൻറ്റ്സുകൾ തമ്മിലുള്ള അകലമോ? അപ്പോൾ വൈ ആക്സിസിലെ 2 പോയിൻറ്റ്സ് നമ്മൾ സങ്കല്പിക്കേണ്ടത് എങ്ങനെയാണ്? 0y1, 0y2. അതിൻ്റെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ 0y1, 0y2. ഇങ്ങനെ വൈ ആക്സിസിലെ 2 പോയിൻറ്റ്സുകൾ തമ്മിലുള്ള അകലം മോഡുലസ് ഓഫ് y2 - y1 ഇങ്ങനെ വരണം. അതേപോലെ എക്സ് ആക്സിസിന് പാരലായ ഒരു രേഖ, ആ രേഖയിലെ 2 പോയിൻറ്റ്സ്, ആ പോയിൻറ്റ്സിൻ്റെ അവ തമ്മിലുള്ള ഡിസ്റ്റൻസും എന്ത് തന്നെ ആയിരിക്കും? മോഡുലസ് ഓഫ് x2 - x1 തന്നെ ആയിരിക്കും. എക്സ് ആക്സിസിന് പാരലായ ഒരു രേഖ, ആ രേഖയിലെ 2 പോയിൻറ്റ്സ്, ആ പോയിൻറ്റ്സിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? അതിൻ്റെ വൈ കോർഡിനേറ്റ്സ് ഈക്വൽ ആണ്.
അപ്പോൾ വൈ കോർഡിനേറ്റ് ഈക്വലായ രണ്ട് പോയിന്റുകൾ തരുമ്പോൾ അത് എക്സ് ആക്സിസിന് പാരലാണെന്ന് മനസ്സിലാക്കുക. എക്സ് ആക്സിസിന് പാരലായ രണ്ട് പോയിൻറ്റ്സ്, അവയുടെ ഡിസ്റ്റൻസ് മോഡുലസ് ഓഫ് x2 - x1 ആക്സിസിൽ ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെയും. അതുപോലെ വൈ ആക്സിസിന് പാരലായ ഒരു രേഖ, അതിലെ രണ്ട് പോയിൻറ്റ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസും മോഡുലസ് ഓഫ് y2 - y1 തന്നെയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് കൂടെ ഈ ചാപ്റ്ററിലുണ്ട്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിൻറ്റ്സ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള രണ്ട് പോയിൻറ്റ്സ്, ആക്സിസിലുള്ളതോ പാരലായിട്ടുള്ളതോ, ആക്സിസുകൾക്ക് പാരലായിട്ടുള്ളതോ ഒന്നുമല്ലാതെ ഏതെങ്കിലും രണ്ട് പോയിൻറ്റ്സ്. അപ്പോൾ നമ്മളതിനെ സങ്കല്പിക്കേണ്ടത് x1 y1 എന്നും x2 y2 എന്നുമാണ്. ഇങ്ങനെ രണ്ട് പോയിൻറ്റ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇസിക്കൽ ടു റൂട്ട് ഓഫ് x2 - x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ രണ്ട് പോയിൻറ്റ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് x1 y1 x2 y2 എന്നിങ്ങനെ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇസിക്കൽ ടു റൂട്ട് ഓഫ് x1 - x2 അല്ലെങ്കിൽ x2 എങ്ങനെ പറഞ്ഞാലും ശരിയാണ്, x1 - x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 - y2 ദ ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ x2 - റൂട്ട് ഓഫ് x2 - x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ദ ഹോൾ സ്ക്വയർ. ആദ്യം പറയുന്ന പോലെ തന്നെ രണ്ടാമത്തെ അതേ ചുവട് വെച്ച് തന്നെ രണ്ടാമത്തതും പറയണമെന്നേ ഉള്ളൂ. ഇതാണ് ഡിസ്റ്റൻസ് കാണുന്ന ഇക്വേഷൻ. ഇനി ഇതോടനുബന്ധമായിട്ട് ഒരു കാര്യം കൂടെ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇത് ഒറിജിൻ എന്ന് പറയുമ്പോൾ 0 0 ആണ്. 0 0യും ഏതെങ്കിലും ഒരു പോയിൻറ്റും തമ്മിലുള്ള അകലം, XY എന്ന ഒരു പോയിൻറ്റും തമ്മിലുള്ള അകലം, അത് റൂട്ട് ഓഫ് x² + y² എന്നതായിരിക്കും. ഒന്നുകൂടെ പറയാം, ഒറിജിനും ഏതെങ്കിലും ഒരു പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും, അതായത് ഒറിജിൻ 0 0, പോയിൻ്റ് XY, ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് x² + y² ആയിരിക്കും. ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾ ഈ 3 ചാപ്റ്ററിൽ നിന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ശരി.